ഈ കാലങ്ങളിൽ വളരെ ഒരു എനർജി ക്രൈസ്തവ യുവജനതയ്ക്ക് കൈവന്നിട്ടുണ്ട്. സമുദായ വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കുവാനുള്ള ഒരു തൻ്റെടം, ഒരു ആർജവം നമ്മുടെ യുവജനതയ്ക്ക് കൈവന്നിട്ടുണ്ട്. ഈ ഒരു ആർജവം, ഈ ഒരു എനർജി എങ്ങനെ കെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും? ശ്രീ കെവിൻ പീറ്റർ, ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും അത് ഇനി പുറകോട്ടൊരു പോക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബുദ്ധിയും കഴിവും നിശ്ചയദാർഢ്യവും ഉള്ള ഒരു സമൂഹം തന്നെയാണ് സമൂഹം. അവർക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവരെപ്പോഴും മതസൗഹാർദ്ദത്തിനും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ അളം മുട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലല്ലോ എന്ന് പറയുന്നത് പോലെ അവസാന കർത്താവ് പറഞ്ഞതുപോലെ വലത് കരണത്ത് അടിക്കുന്നവന് ഇടത് കരണം അടിക്കുന്നതിന് വലത് കരണം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അവിടെയും കിട്ടി, നടുവിനും കിട്ടി, വയറ്റും കിട്ടി, മുതുകും കിട്ടി. ഇനി മേടിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ നമ്മൾക്ക് നേരെ ഉയരുന്ന കയ്യെ തടയുക, അത് മാത്രമാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇനി എന്തായാലും വരും കാലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവ ബഹുലം തന്നെയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു വിഷയങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടാവും. അതിന് മുഖ്യ പങ്ക് വഹിക്കുക ക്രിസ്ത്യൻ സമുദായം തന്നെയായിരിക്കും. പല കൂട്ടുകെട്ടിലും പല മാറ്റങ്ങളും രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉണ്ടാവും. കാരണം ഉണ്ടായേ പറ്റൂ, എന്നാൽ മാത്രമേ ഈ ബഹുസ്വര സമൂഹം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ യുവാക്കൾ, അത് യുവാക്കളെന്നല്ല, ആബാല ക്രിസ്ത്യൻ സമുദായത്തിലെ ആബാല ക്രിസ്ത്യൻ ജനങ്ങൾ ഏത് റീത്തായാലും ഏത് സഭയായാലും ഒന്നിച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെ വരുന്ന ആ ഒരു ഇതിനെ പ്രതിരോധിക്കും. ഇന്ത്യൻ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കും. അതിനെ കൂട്ടത്തിലുള്ള ഏത് ക്രിസ്ത്യൻ നാമധാരികൾ, വൈദിക നാമധാരികൾ, സംഘടനകൾ ആരൊക്കെ എതിർത്തി എന്തൊക്കെ ക്രിസംഗിയെന്നോ താലിബാനിയെന്നോ ഭീകരവാദിയെന്നോ തീവ്രവാദിയെന്നോ എന്തൊക്കെ ചാപ്പ കുത്തിയാലും ശരി, ഇതിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായം എന്തായാലും പുറകോട്ട് പോകില്ല.